ആടുജീവിതത്തിന് ദേശീയ അവാർഡ് ലഭിക്കാതെ പോയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഭയം മൂലമാണെന്ന് സംവിധായകൻ ബ്ലെസ്സി. താൻ ഉൾപ്പെടുന്ന കലാകാരന്മാരും പ്രതികരണത്തെ ഭയപ്പെടുകയാണ്. ധൈര്യക്കുറവല്ല, മറിച്ച് ധൈര്യത്തെ മൂടുന്ന ഭയമാണ് പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫിൽ നടന്ന സെമ അവാർഡ് ദാന ചടങ്ങിൽ ബെസ്റ്റ് ഫിലിം ഡയറക്ടർ എന്ന നിലയിൽ പങ്കെടുത്തപ്പോൾ മഹാരാജ എന്ന സൂപ്പർഹിറ്റ് സിനിമയുടെ സംവിധായകൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ബ്ലെസ്സിയോട് ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. നാഷണൽ അവാർഡ് കിട്ടാതെ പോയപ്പോൾ താങ്കൾ സോഫ്റ്റ് ആയിട്ടാണല്ലോ പ്രതികരിച്ചത് എന്നായിരുന്നു ബ്ലെസ്സിക്ക് നേരെ വന്ന ചോദ്യം. എത്ര ഉറക്കെ സംസാരിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്നായിരുന്നു ബ്ലെസ്സിയുടെ മറുപടി. സ്വസ്ഥത നഷ്ടമാവും, ഇഡിയുടെ വേട്ടയാടലും പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം കലാകാരന്മാർ പോലും മൗനം പാലിക്കാൻ നിർബന്ധിതരാവുകയാണെന്ന് ബ്ലെസ്സി അഭിപ്രായപ്പെട്ടു. ദേശീയ അവാർഡിൽ ആടുജീവിതത്തെ തഴഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു. മികച്ച നടൻ, സംവിധായകൻ, ഛായാഗ്രഹണം തുടങ്ങിയ 14 വിഭാഗത്തിൽ ആടുജീവിതം ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഒന്നിനും പുരസ്കാരം ലഭിച്ചില്ല. ആടുജീവിതത്തെ തഴഞ്ഞ് കേരളത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രൊപ്പഗണ്ട ചിത്രമായ കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതും വിമർശിക്കപ്പെട്ടിരുന്നു.